നമസ്കാരം. അഘോര വിഷൻ ചാനലിൻ്റെ ഏറ്റവും പുതിയ ഒരു അധ്യായത്തിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ചാനലിലൂടെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെയാണ് നോക്കാൻ പോകുന്നത്. അതിനു മുന്നോടിയായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. മാത്രമല്ല, ഈ ചാനൽ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം എല്ലാ മാസവും കറുത്ത വാവിന് അഥവാ അമാവാസിക്ക് ശാക്തേയ പൂജയും പുഷ്പാഞ്ജലിയും ഉണ്ടായിരിക്കും. നിങ്ങളുടെ നക്ഷത്രവും പേരും ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്നത്തെ വിഷയം ഇന്ന് പ്രധാനപ്പെട്ട വിഷയമാണെന്ന് പറഞ്ഞു. ഡിസംബർ മാസം പിറക്കുന്നതോട് കൂടിയിട്ട് ഒരു വലിയ മാറ്റം സംഭവിക്കാൻ പോവാണ്. കാരണം വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ ഗ്രഹങ്ങളിൽ ഏറ്റവും ഗുണഫലങ്ങൾ നൽകുന്ന ഒരു ഗ്രഹമാണ് ശുക്രൻ. ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ശുക്രൻ ഉദിച്ചാൽ പലതും സംഭവിക്കും. പലതരത്തിലുള്ള ചലനങ്ങൾ, അതായത് ശുക്രന്റെ ചെറിയ ചലനങ്ങൾ പോലും നമ്മളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ചിലവർ പറയുന്നു, ശുക്രൻ ഉദിച്ചിട്ടുണ്ട്, നമ്മുടെ നാട്ടിൽ ഒരാൾ സാമ്പത്തികമായി പെട്ടെന്ന് ഉയർന്നു കഴിഞ്ഞാൽ അവന് ശുക്രൻ ഉദിച്ചു അല്ലെങ്കിൽ അവൾക്ക് ശുക്രൻ ഉദിച്ചു, ഒരു ചെറിയ മാറ്റം പോലും ശുക്രനെ പറ്റി നല്ല രീതിയിൽ പറയുന്ന ആൾക്കാരായിരിക്കും. കാരണം ആൾക്കാർക്ക് കൂടുതലായിട്ട് അറിയുന്നതും ശുക്രനെയും ശനിയെയും കൂടുതലായിട്ട് അറിയും. അതായത് അപ്പൊ ശുക്രൻ ഉദിച്ചു കഴിഞ്ഞാൽ ഒരു ഗുണമുണ്ടാവും എന്നുള്ളതിൽ കാര്യത്തിൽ തർക്കമില്ല എന്നുള്ളത് സാധാരണക്കാർക്ക് പോലും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ അറിയാത്ത ചില കാര്യങ്ങളുണ്ട്. ശുക്രൻ നമ്മുടെ ജാതകത്തിൽ അനുകൂലനല്ലെങ്കിൽ ശുക്രൻ വളരെയധികം ദോഷഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന ഒരു ഗ്രഹം കൂടിയാണ്. എന്നാൽ അനുകൂലമായിട്ടാണ് ശുക്രൻ നിൽക്കുന്നതെങ്കിൽ നമ്മൾ രാജാവിനെ പോലെ ജീവിക്കുകയും ചെയ്യും. കാരണം ആഡംബരത്തിൻ്റെയും സന്തോഷവും സമാധാനത്തിൻ്റെയും അതുപോലെ തന്നെ നമ്മളുടെ ഭൗതിക ജീവിതത്തിൽ വളരെയധികം ഗുണഫലങ്ങൾ നൽകാൻ കഴിയുന്ന ഒരു ഗ്രഹമാണ് ശുക്രൻ. ഈ ശുക്രന്റെ രാശിമാറ്റം നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ഗുണങ്ങൾ ഉണ്ടാക്കും. അതിനോടൊപ്പം ചിലർക്ക് ദോഷവും ഉണ്ടാക്കും. അപ്പൊ ഈ ശുക്രന്റെ രാശിമാറ്റം സാമ്പത്തികമായ ഉയർച്ച ഉണ്ടാക്കും ജീവിതത്തിൽ. അതേപോലെ തന്നെ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാക്കും. അങ്ങനെ ഒരുപാട് ആഡംബരമായി ജീവിക്കാനുള്ള സാഹചര്യങ്ങളാണ് ശുക്രൻ ഒരുക്കി തരിക നമുക്ക്. സമ്പത്ത് വളരെയധികം വരുന്ന ഒരു സമയമായിരിക്കും ശുക്രന്റെ ഈ രാശിമാറ്റം ചിലർക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ശുക്രന്റെ രാശിമാറ്റം എന്ന് പറയുമ്പോൾ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഡിസംബർ മാസത്തിലാണ് ശുക്രന്റെ മാറ്റം, ഈ രാശിമാറ്റം ഉണ്ടാവുന്നത്. അപ്പോൾ ഡിസംബർ 20-ാം തീയതിയോട് കൂടിയിട്ട് ശുക്രൻ മൂലം ധനുരാശിയിലേക്ക് മാറി മൂലം നക്ഷത്രത്തിൽ പ്രവേശിക്കും. മൂലം നക്ഷത്രത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഏകദേശം ഡിസംബർ 30-ാം കൂടിയിട്ട് ശുക്രൻ പൂരാടം നക്ഷത്രത്തിലായിരിക്കും സഞ്ചരിക്കുക. അപ്പൊ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഏകദേശം ശുക്രന് 26 ദിവസം എടുക്കും ഒരു രാശി മാറാൻ ഏകദേശം. അതില്ലെങ്കിൽ 14-13 ദിവസം കൊണ്ട് ചില നക്ഷത്രങ്ങൾ മാറും ശുക്രൻ. അപ്പൊ ശുക്രന്റെ നിലപാട് ഇങ്ങനെയാണ്. അപ്പൊ ഈ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വളരെയധികം ഗുണഫലങ്ങളായിരിക്കും നൽകുക. എന്നാൽ ചില ആൾക്കാർക്ക് മാത്രം ചെറിയ ബുദ്ധിമുട്ടുകൾ ശുക്രൻ ഉണ്ടാക്കാറുണ്ട്. അപ്പോ നിങ്ങളുടെ ജാതകത്തിൽ ശുക്രന്റെ അവസ്ഥ എങ്ങനെയാണോ നോക്കുക. കാരണം നിങ്ങൾക്ക് ധാരാളം നല്ല രീതിയിലൊക്കെയാണ് ജീവിച്ചു പോകുന്നതെങ്കിൽ നിങ്ങളതിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതായത് നമുക്ക് ഈ പറയുന്ന തരത്തിലുള്ള പല ചാനലുകളിലൂടെയും പറയുന്ന ഗുണങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ അനുഭവത്തിൽ ഉണ്ടാവുന്നില്ലെങ്കിൽ അത് നിങ്ങളൊന്ന് പരിശോധിപ്പിക്കുന്നത് നന്നായിരിക്കും. കാരണം ഇപ്പൊ ഞാനീ പറഞ്ഞു പോകുന്ന, എന്നെ പോലെ പലവരും പറയുന്നുണ്ടെങ്കിൽ പോലും ഞാനീ പറഞ്ഞു പോകുന്നത് നിങ്ങളിൽ ആ ഗുണം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. കാരണം വെറുതെ ഞങ്ങൾ ഇത് വീഡിയോ ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ഫലവും ഇല്ലാതെ വരുന്നതിൽ ഒരു അർത്ഥമില്ലാത്ത അവസ്ഥ ഉണ്ടായിരിക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് ഞങ്ങളുടെയോ നിങ്ങളുടെയോ കുറ്റം കൊണ്ടല്ല. കാരണം അത് ചില നമ്മുടെ അവസ്ഥ, അതായത് നമ്മുടെ ജനിക്കുമ്പോഴുള്ള ഗ്രഹങ്ങൾ നിൽക്കുന്ന അവസ്ഥ നമുക്ക് ചിലപ്പോൾ അനുകൂലമല്ലാതെ ഉള്ളത് കൊണ്ടാണത്. അത് നമ്മുടെ രണ്ടുപേരുടെയും കുറ്റം കൊണ്ടല്ല. അപ്പൊ ചിലരൊക്കെ കമന്റ് ബോക്സിൽ പറയുന്നുണ്ട് ഇതൊക്കെ വെറുതെ പറഞ്ഞു പോവുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകും. ഒരിക്കലുമല്ല. ജ്യോതിഷ ശാസ്ത്രം ഒരിക്കലും തെറ്റാറില്ല.
എന്നാൽ തെറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ നമ്മൾ പറയുന്ന നമ്മളെപ്പോലുള്ള മനുഷ്യർ പറയുന്നതല്ലേ. അപ്പോൾ അവരിൽ നിന്ന് എന്തെങ്കിലും പിഴവുകൾ സംഭവിച്ചാൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ ജ്യോതിശാസ്ത്രം ഒരിക്കലും തെറ്റല്ല. ഒരു ശാസ്ത്രമാണ്, ഒരു മഹാശാസ്ത്രമാണ് ജ്യോതിഷം. പക്ഷെ കൈകാര്യം ചെയ്യുന്ന സാധാരണക്കാരായ നമ്മളിൽ നിന്നും ചില പാളിച്ചകളൊക്കെ സംഭവിക്കാം. അങ്ങനെയാണ് ചിലപ്പോൾ അത് ഫലത്തിൽ വരാതെ പോകുന്നത് ഒന്ന്. മാത്രമല്ല, നമ്മൾക്ക് അനുഭവിക്കാൻ യോഗം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അനുഭവിക്കുകയുള്ളൂ. പ്രധാനത്തിന് യോഗമാണ്. നമ്മുടെ ജാതകത്തിൽ ശുക്രൻ നല്ല അനുകൂലനാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഫലങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ജാതകത്തിൽ ശുക്രൻ എങ്ങനെയാണോ എന്ന് ഒരു അസ്ട്രോളജറെ കൊണ്ട് നിങ്ങളൊന്ന് പരിശോധിപ്പിക്കുക. ജനങ്ങൾ അത് പറഞ്ഞു ഇത് പറഞ്ഞു, ശുക്രൻ ഉദിച്ചാൽ നന്നാവും, ശുക്രൻ ഉദിച്ചാൽ മോശമാവും എന്നല്ല നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. നമ്മൾ യഥാർത്ഥ അതിന്റെ ഡോക്ടറെ കാണുക എന്നുള്ളതാണ്. നമ്മളൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നു നിങ്ങൾക്ക് ആ മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് ആ മരുന്ന് വാങ്ങിച്ച് കഴിച്ചാൽ മതി, അല്ലെങ്കിൽ ഈ മരുന്ന് വാങ്ങിച്ച് കഴിച്ചാൽ മതി. ഇതല്ല യഥാർത്ഥ അതിനെക്കുറിച്ച് പഠിച്ചൊരു ഡോക്ടറെ അടുത്ത് പോയിട്ട് ആ അസുഖം എന്താണോ എന്ന് കണ്ടെത്തി അദ്ദേഹം ഒരു മരുന്ന് എഴുതി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ അസുഖത്തിനുള്ള മരുന്നായിരിക്കും അദ്ദേഹം എഴുതുന്നത്, കൃത്യമായി മാറും ചെയ്യും. അതുപോലെ തന്നെയാണ് ജ്യോത്സ്യന്മാരും. നമ്മുടെ പ്രശ്നം എന്താണോ എന്ന് കണ്ടെത്താൻ ഒരു ജ്യോത്സ്യനെ കഴിയുള്ളൂ. അപ്പൊ ആ ജ്യോത്സ്യന്റെ അടുത്ത് പോയി അത് കണ്ടെത്തി അതിനെന്താണോ അതിന് പരിഹാരമില്ലാത്ത പ്രശ്നങ്ങൾ കുറവാണ്. പക്ഷെ കൃത്യമായ പരിഹാരം കിട്ടിയാൽ തീർച്ചയായിട്ടും ആ പ്രശ്നങ്ങൾക്ക് സോൾവ് ആവുന്നത് കാണാം നിങ്ങൾക്ക്. അപ്പൊ അതാണ് ഞാൻ ശ്രദ്ധിക്കാൻ പറഞ്ഞത്. ഇതൊരു ഇൻട്രൊഡ്യൂസ് വീഡിയോ കൂടുതലായി പോയി എന്ന് പറയരുത്. ചിലപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞു പോകുമ്പോൾ അത് വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ പോലും പരമാവധി ചുരുക്കാൻ നോക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ശുക്രന്റെ ഈ രാശി മാറ്റം 3 രാശിക്കാരിൽ വലിയ തോതിലുള്ള മാറ്റം ജീവിതത്തിൽ ഉണ്ടാകും. അത് സാമ്പത്തികമായുള്ള ഉയർച്ച തന്നെ ഉണ്ടാക്കും. ഡിസംബർ മാസത്തോട് കൂടിയിട്ട് പല ആൾക്കാരും നല്ല രീതിയിൽ ജീവിക്കാൻ തുടങ്ങും. കാരണം ഇപ്പോൾ സാമ്പത്തിക ശേഷിയും കുറഞ്ഞ് ബുദ്ധിമുട്ടും ഒക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും നല്ലൊരു മാറ്റം ഉണ്ടാവും. ശുഭപ്രതീക്ഷയോടെ കൂടിയിട്ട് ഇരുന്നോളും. തീർച്ചയായിട്ടും വീഡിയോയെ പൂർണ്ണമായിട്ടും കാണുക, സ്കിപ്പ് ചെയ്യാതെ കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം, മേടം രാശിക്കാർക്ക് ഈ ധനുരാശിയിലേക്ക് ശുക്രന്റെ മാറ്റം ഉണ്ടാവുമ്പോൾ, അതായത് മേടം രാശിയിൽ മേടക്കൂറിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം നക്ഷത്രക്കാർക്ക് ഏറെ ഗുണഫലങ്ങളായിരിക്കും ഉണ്ടാവുക. കാരണം ശുക്രന്റെ മാറ്റം ഇവരുടെ ജീവിതത്തിൽ വലിയ തോതിലുള്ള സന്തോഷം ഉണ്ടാക്കിയെടുക്കും. അതുപോലെ തന്നെ വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് അത് നടക്കാൻ ഉള്ള യോഗം കാണുന്ന സമയമാണ്. കാരണം യാത്രയുടെ ഒക്കെ ഒരു കാരകത്തുള്ള ഗ്രഹം കൂടിയാണ് ശുക്രൻ. അപ്പൊ ശുക്രൻ അനുകൂലത്തിൽ വരുമ്പോൾ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ സമയത്തിന് സാധിക്കും എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഏറെ ഗുണാനുഭവങ്ങൾ ഉണ്ടാകും എന്നാണ് ശുക്രന്റെ ഈ ഒരു രാശിമാറ്റത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ നമ്മൾ പ്രതീക്ഷിക്കുന്ന അതിനേക്കാൾ ഗുണ അനുഭവങ്ങൾ ജീവിതത്തിൽ വരും. വളരെയധികം കാലത്തെ പരിശ്രമം കൊണ്ട് നടക്കാതിരുന്ന പല കാര്യങ്ങളും ഈ ഒരു സമയം നിങ്ങൾക്ക് സാധിച്ചെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഒരുപാട് ബുദ്ധിമുട്ടാതെ തന്നെ ഈ സമയം നിങ്ങൾക്ക് അത് അനുകൂലത്തിൽ വരുന്നതായിരിക്കും. സാമ്പത്തിക ഉയർച്ച ജീവിതത്തിലുണ്ടാകും. നിങ്ങളുടെ പങ്കാളിയുടെ പിന്തുണ നിങ്ങൾക്കുണ്ടാകും. കാരണം സ്ത്രീ ആണെങ്കിൽ പുരുഷന്റെ പിന്തുണ ഉണ്ടാവും, പുരുഷനാണെങ്കിൽ സ്ത്രീയുടെ പിന്തുണ എല്ലാ കാര്യത്തിലും നിങ്ങൾക്കുണ്ടാകും. ഒരു സപ്പോർട്ട് എന്നോണം നിങ്ങളെ ഒരു സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് തന്നെ നമ്മുടെ മനസ്സമാധാനം ഉണ്ടാക്കും എന്നാണ് ജീവിതത്തിൽ ഉണ്ടാവുന്നത്, ഈ സമയം ഉണ്ടാക്കാൻ പോകുന്നത്. അത് നമ്മുടെ ജീവിതത്തിന് നല്ല നല്ല അനുഭവങ്ങളായിരിക്കും വന്ന് തരിക. മാത്രമല്ല, നിങ്ങളൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം ബിസിനസ്സിന് അനുകൂലമായ സമയമായിരിക്കും. ഡിസംബർ മാസത്തിൽ ശുക്രൻ മാറുന്നതോട് കൂടിയിട്ട് ഈ മേടം രാശിക്കാർക്ക്, അതിൽ വരുന്ന നക്ഷത്രക്കാർക്ക് ഏറ്റവും ഗുണകരമായ സമയമായിരിക്കും ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾക്ക്. അത് ബിസിനസ് സംബന്ധമായ കാര്യം മാത്രമല്ല, പണം കൊണ്ട് എന്ത് ചെയ്യുന്നു അതിനൊക്കെ അനുകൂലമായിരിക്കും. പണത്തിന്റെ ഒരു കുത്തൊഴുക്ക് ഉണ്ടാവും തന്നെയാണ് മേടരാശിയിൽ കാണാൻ കഴിയുന്നത്. കാരണം തീർച്ചയായിട്ടും നല്ല അനുഭവങ്ങൾ തന്നെയായിരിക്കും ഈ മേടരാശിക്കാർക്ക് ശുക്രൻ മാറുന്നതോട് കൂടിയിട്ട് ഉണ്ടാകാൻ പോകുന്നത്. ശുക്രന്റെ മാറ്റം വലിയ തോതിലുള്ള ഗുണഫലങ്ങളായിരിക്കും മേടം രാശിയിൽ വരുന്ന അശ്വതി, ഭരണി, കാർത്തിക കാൽഭാഗം നക്ഷത്രക്കാർക്ക് ഉണ്ടാകാൻ പോകുന്നത്. എന്തായാലും അടുത്ത രാശി നമുക്ക് ഏതാണെന്ന് നോക്കാം. അടുത്തതായിട്ട് മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രക്കാർക്ക്, അതായത് മകീരമര, തിരുവാതിര, പുണർദത്തിന്റെ ആദ്യ 3/4 ഭാഗം ചേർന്ന മിഥുനക്കൂറുകാർക്ക് ശുക്രൻ പൂരാടം നക്ഷത്രത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് 7ാം ഭാവമായിട്ടാണ് സഞ്ചരിക്കുന്നത്.
വളരെയധികം ഗുണങ്ങളായിരിക്കും ഉണ്ടാവുക. എങ്കിൽ പോലും ജീവിതത്തിൽ ഉടനീളം തടസ്സങ്ങൾ നേരിടാൻ സാധ്യത കൂടുതലാണ്. അതായത് നിങ്ങൾക്ക് ഗുണം കിട്ടുന്നതോട് കൂടിയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ തടസ്സങ്ങളും വരും. പക്ഷേ വളരെയധികം ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോയാൽ ഈ തടസ്സങ്ങളെ മറികടന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വിജയമുണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. കാരണം വിവാഹ കാര്യത്തിൽ തീരുമാനമാകാതെ കിടക്കുന്നവർക്ക് അനുകൂലമായ സമയമായിരിക്കും. അതുപോലെ തന്നെ വിവാഹിതർക്ക്, ദമ്പതിമാർക്ക് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും തനേ വന്നുകൊണ്ടിരിക്കും. കാരണം ഒരു മനസ്സമാധാനം ഇല്ലാതെ ജീവിക്കുന്ന പല ദമ്പതികൾക്കും മനസ്സമാധാനത്തോടെ ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഒത്തുവരും എന്നാണ് ഉദ്ദേശിച്ചത്. അത് ശുക്രൻ അനുകൂലമാക്കി തരുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു കാര്യങ്ങളിലൊക്കെ ശുക്രൻ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരും. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ജോലി സംബന്ധമായ കാര്യത്തിന് ശ്രമിക്കുന്നവർക്ക് ആ ജോലിയൊക്കെ വന്ന് കിട്ടാനൊക്കെ ഒരു സാഹചര്യം ഉണ്ടാകും. ഇന്റർവ്യൂവിനൊക്കെ ശ്രമിക്കുന്നവർക്ക് അത് അനുകൂലത്തിൽ വരുന്ന സമയമായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ, അതായത് ജോലി ഇല്ലാതിരിക്കുന്നവർക്ക് ജോലി കിട്ടിയാൽ തന്നെ വളരെയധികം ആ ബുദ്ധിമുട്ടുകളൊക്കെ തീർന്ന് സന്തോഷവും സമാധാനവും ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുപോലെ തന്നെയാണ് നിങ്ങൾക്കൊരു വാഹനം വാങ്ങിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഒരുപാട് കാലത്തെ ശ്രമം അതിനുവേണ്ടി പാഴാക്കിയിട്ടുണ്ടായിരിക്കാം. പക്ഷെ അതൊന്നും നടക്കാതെ പോയിട്ടുണ്ടായിരിക്കാം. എങ്കിൽ പോലും നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു വാഹനം, നമ്മുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് ഒരു വാഹനം നിങ്ങൾക്ക് വാങ്ങിക്കാൻ കഴിയുന്നതായിരിക്കും. അത് പിന്നെ ടൂ വീലർ ആണെങ്കിൽ പോലും അത് വാങ്ങിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സമയം കാണുന്നുണ്ട് നിങ്ങൾക്ക്. നിങ്ങളുടെ ശ്രമം കൂടി അതിനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ സ്വപ്നം പൂവണിയുന്ന സമയമായിരിക്കും. ശുക്രൻ ഡിസംബർ മാസത്തിൽ ധനുരാശിയിലേക്ക് വരുന്നതോട് കൂടിയിട്ട് മിഥുനക്കൂറുകാർക്ക് സംഭവിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെയാണ് നിങ്ങൾ വിദേശ യാത്ര ഒക്കെ സഞ്ചാരം ഒക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ജോലി വിദേശത്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അത് നിങ്ങൾക്ക് സാധിച്ചെടുക്കാൻ പറ്റുന്ന സമയം കൂടിയായിരിക്കും. അതുപോലെ തന്നെയാണ് വിദേശത്തു നിന്നും നാട്ടിലേക്ക് സെറ്റിൽഡ് ആവാൻ ആഗ്രഹിക്കുന്നവർക്ക്, അവർ ശ്രമിക്കുന്നുണ്ടായിരിക്കാം, പല കാരണത്താൽ അവർക്ക് നടക്കുന്നില്ല. അങ്ങനെയുള്ളവർക്കും ഇത് അനുകൂലമായ സമയമായിരിക്കും. ശുക്രൻ ആഡംബര ജീവിതത്തിന്റെ ആളാണെന്നറിയാം. അതുപോലെ പ്രണയിക്കുന്നവർക്ക് അനുകൂലമായി വരുന്നതായിരിക്കും പ്രണയം. കാരണം ഇതിന്റെയൊക്കെ കാരകത്വം ഉള്ള ഒരു ഗ്രഹമാണ് ശുക്രൻ. അപ്പോൾ നമ്മൾ ഈ സ്നേഹിക്കുന്നവർക്കൊക്കെ അത് അനുകൂലമായി വരും. ശുക്രന്റെ ഈ ഒരു സമയം അനുകൂലമായിട്ട് വരുമ്പോൾ ഈ രാശിക്കാർക്ക് അത് അനുകൂലത്തിലായി വരിക. കാരണം ഒരു വൺ വേ പ്രേമമൊക്കെ നടക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അത് വൺ വേ മാറി അത് രണ്ടുപേരും അറിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രണയത്തിലേക്ക് എത്തുന്ന ഒരു സമയമായിരിക്കും ഈ ശുക്രന്റെ മാറ്റത്തോടെ സംഭവിക്കാൻ പോകുന്നത് ഈ മിഥുനക്കൂറുകാർക്ക്. എന്തായാലും ഈ മിഥുനക്കൂറുകാർക്കും എല്ലാ അനുഭവങ്ങളും ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത രാശി ഏതാണെന്ന് നോക്കാം. അടുത്തതായിട്ട് ധനുരാശിയാണ്. അപ്പോൾ ധനുരാശിയിൽ വരുന്ന മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ ആദ്യ കാൽഭാഗം ചേർന്ന് വരുന്ന ധനുക്കൂറുകാർക്ക് ഈ ശുക്രന്റെ ഈ ഒരു മാറ്റം അനുകൂലമായിട്ടാണ് കാണാൻ കഴിയുന്നത്. കാരണം ആത്മാഭിമാനം വർദ്ധിക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഇവരുടെ സാമ്പത്തിക സ്ഥിതി ഒരു പൊടി മുന്നിലെത്തും എന്നുള്ളതാണ്. പലരും ജീവിതത്തിൽ നമ്മളെ കളിയാക്കിയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർ കേൾക്കാതെ പലവരിൽ മുന്നിൽ നിന്നും അവനെ കൊണ്ടത് കൂട്ടിയേ പറ്റില്ല, അവളെ കൊണ്ടത് കൂട്ടിയേ പറ്റില്ല, അവൾക്കത് സാധിച്ചെടുക്കാൻ പറ്റില്ല, അവനത് സാധിച്ചെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒരു മുറുമുറുപ്പൊക്കെ പറയുന്ന ഒരാൾക്കാരുണ്ടായിരിക്കാം. ആ കുത്തുവാക്കുകളൊക്കെ പറയുന്നവരുണ്ടായിരിക്കാം. അവരെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ടായിരിക്കും ശുക്രൻ ഡിസംബർ മാസത്തിൽ ധനുവിലേക്ക് മാറുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ പോകുന്നത്. അതാണ് പറഞ്ഞത്, ശുക്രന്റെ മാറ്റം ചെറുതല്ല, വലിയ തോതിലുള്ള ഗുണഫലങ്ങൾ നിങ്ങളിൽ ഏൽപ്പിക്കുമെന്നുള്ളത്. ഉത്തരവാദിത്ത ബോധം ഉണ്ടാവും. ഒരു ജോലി നമ്മളെ ഏൽപ്പിച്ചാൽ കൃത്യമായിട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കുന്ന സമയമായിരിക്കും. അതുപോലെയാണ് പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് അനുകൂലമായ സമയമായിരിക്കും. വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായ സമയത്തിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. അതുപോലെ വിദേശവാസം, അത് വിദേശത്തേക്ക് പോകാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു സമയം അനുകൂലത്തിൽ വരുന്നതായിരിക്കും. പല കാര്യങ്ങൾക്കും പ്രശ്നങ്ങൾ ഉടലെടുത്ത് നടക്കുന്നവർക്ക് ഈ ഒരു സമയം സമാധാനത്തിലെത്തുന്നതായിരിക്കും. അവർ ആഗ്രഹിക്കുന്ന പോലെ തന്നെ ജീവിത സമാധാനവും സന്തോഷവും ഇവരെ തേടിയെത്തും. അങ്ങനെ പല ഗുണങ്ങളായിരിക്കും ധനുരാശിക്കാർക്ക് ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. വീട്ടിന്, അതായത് വീട്ടിൽ നമ്മൾ ഒരു വീട് വെച്ച് നമുക്ക് ആഡംബരങ്ങളൊന്നുമില്ല, വീട്ടിൽ ആഡംബരങ്ങളല്ല, നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ വീട്ടിലില്ലാത്തവർക്ക് അതൊക്കെ വാങ്ങിച്ചെടുക്കാൻ കഴിയുന്ന സമയമായിരിക്കും ശുക്രന്റെ ഈ മാറ്റം കൊണ്ട് ഉണ്ടാകാൻ പോകുന്നത്.
അത് എങ്ങനെ വാങ്ങിക്കുമെന്ന് വെച്ചാൽ ഇവർ പോലും അറിയില്ല. ചിലപ്പോൾ കടായിരിക്കും വാങ്ങിക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഒരു ഒരു ഇൻസ്റ്റാൾമെന്റിനായിരിക്കും വാങ്ങിക്കുന്നുണ്ടാവുക. പക്ഷെ അത് വാങ്ങിക്കാൻ അവർക്ക് സാധിക്കും. അതാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മൾ പ്രതീക്ഷിക്കാണ്ട് അത് ആരെങ്കിലും കൊടുന്നു തരുവേ, വാങ്ങിക്കുകയെ, എങ്ങനെയൊക്കെ അത് നടന്നിരിക്കുന്നുള്ള കാര്യങ്ങൾ. നിങ്ങളുടെ വീട്ടിലേക്കുള്ള എല്ലാ ഗൃഹോപകരണങ്ങളും നിങ്ങളുടെ വീട്ടിലെത്തും. അപ്പൊ ആഡംബര വസ്തു, ഈ ഉപകരണ വീട്ടിൽ സാധനങ്ങൾ, ഇതിൻ്റെയൊക്കെ ആള് ശുക്രനാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വളരെയധികം മലയാളത്തിൽ വൃത്തിയായിട്ട് പറയുന്നത്. കാരണം നിങ്ങൾ സാധാരണക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്, സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ വീഡിയോ ഉള്ളത്. അല്ലാണ്ട് സംസ്കൃത വാക്ക് ഉൾപ്പെടുത്തി പറഞ്ഞ് ആൾക്കാരെ ഇതാക്കുകയല്ല ചെയ്യുന്നത്. കാരണം സംസ്കൃത വാക്ക് പറയുമ്പോൾ, ഇപ്പോ ഞാൻ ഉദാഹരണം പറയാം, ഒരു ചെറിയ പ്രമാണം ചൊല്ലിയാൽ പോലും ചിലപ്പോൾ സാധാരണക്കാർക്ക് മനസ്സിലാവണമെന്നില്ല. പ്രശ്നമാർഗത്തിലെ ഒരു തുടക്കത്തിലുള്ള പ്രമാണങ്ങളൊക്കെയാണ്. വിവാഹം, അതന, ലോക, ഭാര്യ, ഭർത്തിയ, സമാഗമ എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് മനസ്സിലാവില്ല. അപ്പൊ അതുകൊണ്ട് അതിന്റെ അർത്ഥം വിവാഹം, കളത്രം എന്ന് പറഞ്ഞ ഭാര്യ, ഭർത്ത, അതൊക്കെ നമുക്ക് ചിന്തിക്കാം. അപ്പോ അങ്ങനെയൊന്നും പറയാണ്ട് ഞാൻ ഇത് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന നേരത്തിൽ സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. എല്ലാവരും സംസ്കൃതം അറിയുന്നവരല്ല നമ്മുടെ നാട്ടിൽ. അപ്പോ സംസ്കൃതത്തിൽ പറഞ്ഞ് ഈ പറയുന്ന സംസ്കൃതം പറയുന്ന വാക്കുകൾ തന്നെയാണ് നമ്മൾ മലയാളത്തിൽ പറയുന്നത്. ഈ മലയാളത്തിലുള്ള തന്നെയാണ് സംസ്കൃതം. അത് സംസ്കൃതത്തിൽ പറയുമ്പോൾ നമുക്ക് എന്തോ ഒരു വലിയ സംഭവമായിട്ട് തോന്നും പ്രമാണം ചൊല്ലുമ്പോൾ, അത്രേ ഉള്ളൂ. അപ്പൊ അത് മലയാളത്തിലുണ്ട് പറഞ്ഞു തന്നാൽ വളരെ വ്യക്തമായിട്ട് സാധാരണക്കാർക്ക് മനസ്സിലാവും. അതിനുവേണ്ടിയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് എല്ലാ അനുഭവങ്ങളും ജീവിതത്തിൽ ഉണ്ടാകും. അതായത് നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന, വളരെയധികം വിഷമിച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്ന ധാരാളം ആൾക്കാർ നമ്മുടെ കേരളത്തിലുണ്ട്, കേരളത്തിന് പുറത്തുണ്ട്. ഇപ്പോ ഞാൻ 10 കൊല്ലമായി വിദേശത്ത് നിന്ന് വന്നിട്ടില്ല, വളരെയധികം ബുദ്ധിമുട്ടുന്നു എന്ന് പറഞ്ഞ് തന്നെ ഒരാൾ വിളിച്ചിരുന്നു. പലരും വിളിക്കാറുണ്ട്. അങ്ങനെ ഒരാള് അത് പ്രത്യേകം എടുത്തു പറയാൻ കാരണം എന്താ വെച്ചാൽ 10 കൊല്ലമായിട്ട് വീട്ടിലേക്ക് വന്നിട്ട് ഫാമിലി അടക്കം അവിടെയാണ്. പല സുഹൃത്തുക്കളുടെയും സഹായം കൊണ്ടാണ് അവർ ജീവിച്ചു പോകുന്നത് പറഞ്ഞത്. അത് എങ്ങനെ അവിടെ നിൽക്കുന്നതെന്ന് എനിക്കറിയില്ല, അതിനെക്കുറിച്ചും പറഞ്ഞിട്ടുമില്ല. അപ്പൊ അത്ര സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വിദേശത്തും ഉണ്ട്. നമ്മൾ വിചാരിക്കും വിദേശത്തുള്ള ഒരു വലിയ സമ്പന്നരായിരിക്കും, അല്ല. അത് അവരുടെ സമയം മോശമോ എന്തൊക്കെ പ്രശ്നം കൊണ്ട് ബിസിനസ് ഒക്കെ തകർന്നു പോയ ആൾക്കാരാണ്. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ ശരിയായി വരും, വളരെയധികം മാറ്റം ഉണ്ടാവും. നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു മാറ്റം ഇല്ലെങ്കിൽ നമ്മൾ ശ്രമിച്ചാലല്ലേ മാറുള്ളൂ. നമ്മൾ ഈ ജ്യോതിഷം തട്ടിപ്പാണ്, അത് തട്ടിപ്പായിരുന്ന അവിടെ ഇരിക്കുള്ളൂ നമ്മളെല്ലാവരും. ഒന്ന് നോക്കാൻ ശ്രമിച്ചാലല്ലേ. നിങ്ങളിപ്പോ എത്രയാ കൊടുക്കുക ഒരു ജ്യോത്സ്യനെ കാണാൻ വേണ്ടിയിട്ട്? ഒരു 500 അല്ലെങ്കിൽ ഒരു 1000 അത്രേ കൊടുക്കുള്ളൂ. അതിലപ്പുറം കൊടുക്കുമോ? നിങ്ങൾ കൊടുക്കില്ല. അപ്പൊ അത് പോട്ടെ നിൽക്കുക. ഒരു ദക്ഷിണയാണ് കൊടുക്കുന്നത്, അത് പോട്ടെ. എത്രയും പണം നമ്മുടെ ആവശ്യത്തിനും അനാവശ്യത്തിനും ചെലവാക്കുന്നവരാ നമ്മള്. ഒന്നും വേണ്ട, ഒരു ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ധാരാളം ഭക്ഷണം കഴിച്ച് ആവശ്യമായിട്ടും അനാവശ്യമായിട്ടും ഭക്ഷണം കഴിച്ച് നാശായി കളയുന്നവരുണ്ട്. അത്ര പോലും വരില്ല. ജസ്റ്റ് നിങ്ങളൊരു ജ്യോത്സ്യനെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജ്യോത്സ്യനെ, അല്ല നിങ്ങൾ ഒരാളെ കാണണമെന്ന് ഞാൻ പറയുന്നുമില്ല. നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരു വ്യക്തിനെ നിങ്ങൾ കാണുക, നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരാളെ കാണുക, അല്ലെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുക നിങ്ങളുടെ ജാതകം. അപ്പൊ നിങ്ങളുടെ ജാതകത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അത്രയും അതിന് പ്രത്യേകിച്ച് ചെലവുമില്ല. അതിന് ഈ ഒരു ചെലവ്, ഒരു ദക്ഷിണ നമ്മൾ എന്തായാലും കൊടുത്തേ പറ്റൂ. ഇപ്പൊ എന്റെ ഒരു കാര്യം പറയുകയാണെന്ന് വെച്ചാൽ, ഞാൻ ആരോടും ജ്യോത്സ്യ കാര്യത്തിന് പണം ചോദിച്ചു മേടിക്കാറില്ല. അവരെന്റെ അടുത്ത് ചോദിക്കുന്ന എന്താണ് നിങ്ങളുടെ ഫീസ് ചോദിച്ചാൽ ഞാൻ പറയുന്നത് ഇത്രയാണ്: നിങ്ങൾക്ക് ദക്ഷിണ, നിങ്ങൾക്ക് എന്താ കഴിയുക ആ ദക്ഷിണ തന്നാ മതി. അത്രേ ഞാൻ പറയാറുള്ളൂ. അല്ലാതെ ഞാൻ ഒരു വ്യക്തിയോട് പോലും ഞാൻ പണം ചോദിച്ചു മേടിച്ചിട്ടില്ല. പക്ഷെ ജീവിക്കാൻ എല്ലാവർക്കും പണം വേണം. എല്ലാവരുടെയും ഉപാധി, ജീവിത മാർഗം തന്നെയാണ് ഓരോ തൊഴിൽ. അത്രേ ഉള്ളൂ. ഞാൻ ആരടുത്തും പണം ചോദിച്ചു മേടിക്കാറില്ല. അതുകൊണ്ട് പ്രത്യേകം എടുത്ത് പറഞ്ഞു തന്നത്രേ. ആർക്കും ബോറടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. പക്ഷെ ഒരു ദക്ഷിണ നമ്മൾ ആർക്കും കൊടുത്തേ പറ്റൂ. നമ്മുടെ നല്ല കാര്യം നോക്കാൻ വേണ്ടിയിട്ട് ഒരു ദക്ഷിണ കൊടുത്ത് നോക്കുന്നതിന് എന്തായിട്ട് നമുക്കുള്ളത്? അത് ചെയ്യേണ്ടതല്ലേ? നമ്മൾ നല്ല കാര്യം, നമുക്കൊരു കാര്യം അറിയണ്ടേ? ഈ ചെയ്യുന്ന എല്ലാവരും അവരുടെ ജീവിതമാർഗത്തിന് വേണ്ടിയിട്ടാണ്. ഞങ്ങൾ ഒരുപാട് സമ്പാദിക്കാനൊന്നുമല്ല. ആരും ഓരോരുത്തർക്കും ഓരോ തൊഴിൽ പറഞ്ഞിട്ട് അവരവരവർ തൊഴിൽ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. എന്തായാലും ഈ ചെറിയ വീഡിയോ ഇപ്പോൾ ധനുരാശിക്കാരെ പറഞ്ഞു, അതുപോലെ മിഥുന രാശിക്കാരെ പറഞ്ഞു, മേടൻ രാശിക്കാരെ പറഞ്ഞു. ഈ 3 രാശിക്കാരെയാണ് നമ്മൾ എടുത്തു പറഞ്ഞത്. അല്ലാതെയും 27 നക്ഷത്രക്കാർക്കും ഗുണഫലങ്ങൾ ഉണ്ടാവും. പക്ഷെ നമ്മൾ നമ്മൾ റിസർച്ച് ചെയ്ത് കണ്ടെത്തിയ 3 രാശിക്കാരെ ആണ് പറഞ്ഞത്, 9 നക്ഷത്രക്കാരെ. ബാക്കിയുള്ളവർക്കൊക്കെ ഗുണഫലങ്ങളും ചെറിയ ദോഷങ്ങളും ഒക്കെ ഉണ്ടാവും. ഓരോ ഗ്രഹം മാറുമ്പോഴും നമുക്ക് ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടാകും. ശുക്രൻ മാത്രമല്ല,
പക്ഷെ ശുക്രനെ പറ്റി പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതുണ്ട്. കാരണം ധാരാളം വാരിക്കോരി കൊടുക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ് ശുക്രൻ എന്നായാൽ. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക, ഇത്രയും കാര്യം നമ്മുടെ കാര്യം ഒന്ന് ചെക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ ഈ ചെറിയ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എന്തായാലും നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ വളരെ ഒരു ഉപകാരമായിരുന്നു, നമുക്കൊരു ഉപകാരം, അത്രേ ഉള്ളൂ. കാരണം നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ റിസർച്ച് ചെയ്യുമ്പോൾ അതിന് കുറെ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ട് എപ്പോഴും ആവശ്യമാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാണ്ട് ഒരു ചാനലിൽ മുന്നോട്ട് പോവില്ല. അത് നമുക്കും അറിയാം, എല്ലാവർക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതിനെപോലെ തന്നെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റായി രേഖപ്പെടുത്തുക. ഞാനത് ഓപ്പണായിട്ട് പറയണം നിങ്ങളുടെ അടുത്ത് കേട്ടോ. അതേപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എല്ലാ മാസവും നമ്മൾ ഇവിടെ പൂജ ഉണ്ട്. അതിൽ നിങ്ങളുടെ നക്ഷത്രവും പേരും നമ്മൾ അതിൽ ആരോടൊന്നും മേടിക്കുന്നില്ല. ഫ്രീ ആയിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് നമ്മൾ ആര് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാലും നമ്മൾ അവരുടെ പേരും നക്ഷത്രം പറഞ്ഞ് പുഷ്പാഞ്ജലി ചെയ്യുന്നതായിരിക്കും. കാരണം എല്ലാവർക്കും ഒരു പൂജയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല. പക്ഷെ പല പൂജകളിലായിട്ട് അവരവരുടെ ആദ്യം അയച്ചവരെ ഉൾപ്പെടുത്തി ചെയ്യുന്നതായിരിക്കും. അതിലൊന്നും തർക്കമില്ലാത്ത കാര്യമാണ്. എന്തായാലും ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ നിങ്ങൾക്ക് ഏവർക്കും നന്ദി, നമസ്കാരം.